ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം പഠിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്നും ഒരു ചെറിയ വാക്യത്തിൽ നിന്നും നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് എസ്സി. ടുഡേ വി ആർ ഗോയിങ് ത്രൂ ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓർ പാർട്ട് ഓൺ സ്പോക്കൺ ഇംഗ്ലീഷ്. അത് നാം ഇതുവരെ കഴിഞ്ഞു പോയതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏറ്റവും അവസാനം വളരെ വിപുലമായ രീതിയിൽ ഞാൻ എക്സസൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെൻറ്റൻസ് ആണ്. അതായത് ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് ധാരാളം പുതിയ പുതിയ മലയാളം സെൻറ്റൻസുകളും ഒപ്പം ഇംഗ്ലീഷ് സെൻറ്റൻസുകളും നമുക്ക് നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു എന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഐ ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. ആ വെർബ് ശ്രദ്ധിക്കുക, ഹെൽപ്പ്. ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു. ഐ ഹെൽപ്ഡ് മൈ മദർ. ഹെൽപ്ഡായി മാറി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് മൈ മദർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഹെൽപ്പ് മൈ മദർ പറഞ്ഞു, ഐ ഹെൽപ്ഡ് മൈ മദർ പറഞ്ഞു, ഐ വിൽ ഹെൽപ്പ് മൈ മദർ പറഞ്ഞു, ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. ഐ ഹെൽപ്പ് മൈ മദർ, അവിടെ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നില്ല എന്നാണെങ്കിൽ ഹെൽപ്പ് എന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് കിട്ടുന്നു? ഡു പ്ലസ് ഹെൽപ്പ് എന്ന് കിട്ടുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നു ഐ ഡു നോട്ട് ഹെൽപ്പ് മൈ മദർ. ഡൂവിനും ഹെൽപ്പിനും ഇടയ്ക്ക് നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നില്ല അല്ലെങ്കിൽ സഹായിച്ചില്ല. എന്താണ്? ഹെൽപ്ഡ് എന്നായി. ഹെൽപ്ഡ് മൈ മദറിലെ ഹെൽപ്ഡ് എന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ് കിട്ടുന്നത്? ഡിഡ് പ്ലസ് ഹെൽപ്പാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഐ ഡിഡ് നോട്ട് ഹെൽപ്പ് മൈ മദർ എന്നായി, ഇല്ലേ? ഇനി നമ്മൾ മൂന്നാമത് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് മൈ മദർ. അവിടെ നമ്മൾ വില്ലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് എഴുതുന്നു? ഐ വിൽ നോട്ട് ഹെൽപ്പ് മൈ മദർ. മനസ്സിലായല്ലോ? രണ്ട് രീതിയിലുള്ള സെൻറ്റൻസുകൾ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഐ ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നില്ല, ഐ ഡു നോട്ട് ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു, ഐ ഹെൽപ്ഡ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നില്ല, ഐ ഡിഡ് നോട്ട് ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കില്ല, ഐ വിൽ നോട്ട് ഹെൽപ്പ് മൈ മദർ. അപ്പോൾ ആദ്യം തന്ന സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. അതിൽ നിന്നാണ് നമ്മൾ രണ്ടാമതൊരു സെൻറ്റൻസിലേക്ക് മാറിയത്. ഇനി ഇതിൻ്റെ പല പല രീതിയിലുള്ള സെൻറ്റൻസുകളാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ സെൻറ്റൻസ് വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഐ ഹെൽപ്പ് മൈ മദർ. ഇനി അതിൽ നിന്നും നമുക്ക് ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ഏതാണ് അവിടുത്തെ ഓക്സിലറി വെർബ് നമ്മൾ പറഞ്ഞത്? ഹെൽപ്പിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഡു പ്ലസ് ഹെൽപ്പാണ്, അല്ലേ? അപ്പം ഡു ഐ ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ നീ എന്നാണെങ്കിൽ ഡു യു ഹെൽപ്പ് യുവർ മദർ, നീ നിൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? ഇനി അടുത്തത് ഐ ഹെൽപ്ഡ് മൈ മദർ ആണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നീ നിൻ്റെ അമ്മയെ സഹായിച്ചിരുന്നോ എന്ന്. ഡിഡ് ഐ ഹെൽപ്പ് മൈ മദർ അല്ലെങ്കിൽ ഡിഡ് യു ഹെൽപ്പ് യുവർ മദർ. ഓക്കെ, ഇനി മൂന്നാമതായി ഐ വിൽ ഹെൽപ്പ് മൈ മദർ. അതെന്താവും? വിൽ ഐ ഹെൽപ്പ് മൈ മദർ അല്ലെങ്കിൽ വിൽ യു ഹെൽപ്പ് യുവർ മദർ അല്ലെങ്കിൽ മൈ മദർ, നമ്മുടെ ഇഷ്ടം പോലാണ്. അപ്പോൾ ഇപ്പോൾ 3 ടൈപ്പ് സെൻറ്റൻസുകൾ ഉണ്ടാക്കി. നീ നിൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? നീ നിൻ്റെ അമ്മയെ സഹായിച്ചിരുന്നോ? നീ നിൻ്റെ അമ്മയെ സഹായിക്കുമോ? എന്ന രീതിയിൽ 3 ചോദ്യങ്ങളായി. ഇനി നമുക്കവിടെ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അമ്മയെ സഹായിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ എല്ലാം വാട്ട് ഒന്ന് ആഡ് ചെയ്യൂ. എന്ത് വരും? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഐ ഹെൽപ്പ് മൈ മദറിൻ്റെ ക്വസ്റ്റ്യൻ നീ നിൻ്റെ അമ്മയെ സഹായിക്കുന്നോ എന്നാണെങ്കിൽ ഞാൻ എൻ്റെ മതി. ഓക്കെ, വാട്ട് ഡു ഐ ഹെൽപ്പ് മൈ മദർ അല്ലെങ്കിൽ വാട്ട്
ഡു യു ഹെൽപ്പ് യുവർ മദർ. ഓക്കെ, രണ്ടാമത്തെ നീ നിൻ്റെ അമ്മയെ സഹായിച്ചിരുന്നോ എങ്ങനെ വരും? വാട്ട് ഡിഡ് യു ഹെൽപ്പ് യുവർ മദർ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ഐ ഹെൽപ്പ് മൈ മദർ. ഇനി മൂന്നാമത്തത് ഐ വിൽ ഹെൽപ്പ് മൈ മദർ, അത് വാട്ട് വിൽ ഐ ഹെൽപ്പ് മൈ മദർ, അല്ലെങ്കിൽ വാട്ട് വിൽ ഡു യു ഹെൽപ്പ് യുവർ മദർ. ഓക്കെ, അപ്പോൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യനുമായി ഇൻറ്ററോഗേറ്റീവ് ടൈപ്പുമായി. കണ്ടോ? അപ്പം നമ്മൾ ഒന്നാമത് എന്ത് ചെയ്തു? നമ്മൾ വാക്യങ്ങൾ നിർമ്മിച്ചു. രണ്ടാമത് എന്ത് ചെയ്തു? അതിൻ്റെ നെഗറ്റീവ് ഫോം, അതായത് ആ വാക്യങ്ങളുടെ നെഗറ്റീവ് ഫോം പഠിച്ചു. മൂന്നാമത് നമ്മൾ എന്താണ് ചെയ്തത്? ആ വാക്യങ്ങളുടെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു എങ്ങനെ ചെയ്യുമെന്ന്. നാലാമതായിട്ട് നമ്മൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തപ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അഥവാ ഇൻ്ററോഗേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായി. അപ്പോൾ 4 രീതിയിൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുമോ. കണ്ടോ? പിന്നെയോ, നീ എന്താണ് നിൻ്റെ അമ്മയെ സഹായിക്കുന്നത്, നീ എന്താണ് നിൻ്റെ അമ്മയെ സഹായിച്ചിരുന്നത്, നീ എന്താണ് നിൻ്റെ അമ്മയെ സഹായിക്കുന്നത് എന്ന രീതിയിൽ നമ്മളിപ്പോൾ 4 ടൈപ്പ് സെൻറ്റൻസുകൾ ഉണ്ടാക്കി അല്ലേ. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം അതിൻ്റെ കൂടെ പറയാം. ഐ ക്യാൻ ഹെൽപ്പ് മൈ മദർ, എനിക്കെൻ്റെ അമ്മയെ സഹായിക്കാൻ കഴിയും. അപ്പോൾ എനിക്കെൻ്റെ അമ്മയെ സഹായിക്കാൻ കഴിയില്ല എന്നാണെങ്കിലോ, ഐ കനോട്ട് ഹെൽപ്പ് മൈ മദർ. ഓക്കെ, ഐ ക്യാൻ ഹെൽപ്പ് മൈ മദർ, ഐ കനോട്ട് ഹെൽപ്പ് മൈ മദർ. ഇനി അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ അമ്മയെ സഹായിക്കണോ, അല്ലെങ്കിൽ ഞാൻ അമ്മയെ സഹായിക്കട്ടെ. ക്യാൻ ഐ ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കട്ടെ. കണ്ടോ? അപ്പോൾ കനോട്ട് മനസ്സിലായി, ക്യാൻ ഐ ഹെൽപ്പ് മൈ മദറായി. ഓക്കെ, അപ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് മൈ മദർ, ഐ കനോട്ട് ഹെൽപ്പ് മൈ മദർ, ക്യാൻ ഐ ഹെൽപ്പ് മൈ മദർ. കണ്ടോ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസും റിക്വസ്റ്റും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഐ എന്ന ഭാഗത്തേക്ക് നമുക്ക് യുവിനെ ഒന്ന് കൊണ്ടുവന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹീയെ ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആ ഐ എന്ന സബ്ജക്റ്റിനെയാണ് മൊത്തത്തിൽ മാറ്റുന്നതെന്ന് മനസ്സിലുണ്ടാവണം. അപ്പോൾ അവൻ്റെ അമ്മയെ സഹായിക്കുന്നു എങ്ങനെ വരും? ഹീ ഹെൽപ്സ് ആണ്. ഓക്കെ, അവിടെ സിംഗുലർ ആയതുകൊണ്ട് ഡൂഡസ് ഫോമാണ്, അത് ശ്രദ്ധിക്കുക. ഹീ ഹെൽപ്സ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിക്കുന്നു അല്ലേ. എന്നാൽ അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു എന്നാണെങ്കിലോ, അപ്പോൾ ഈ ഹെൽപ്സ് എന്തായി മാറണം? അത് അയ്യോ, യുവോ, വിയോ, ഹിയോ ഒക്കെ ആണെങ്കിലും ഡിഡ് ഫോമാണ്. ഓക്കെ, അവിടെ വല്ല മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതെങ്ങനെ വരും? ഹീ ഹെൽപ്ഡ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു, HELPD. എന്നാലും മൂന്നാമത്തെ അവൻ്റെ അമ്മയെ സഹായിക്കും എന്നെങ്ങനെ വരും? ഹീ വിൽ ഹെൽപ്പ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിക്കും. അപ്പോൾ ഇത് തന്നെ നമ്മളപ്പോൾ അവൻ്റെ അമ്മയെ സഹായിക്കുന്നു, ഹീ ഹെൽപ്സ് ഹിസ് മദർ. അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു, ഹീ ഹെൽപ്ഡ് ഹിസ് മദർ. അവനമ്മയെ സഹായിക്കും, ഹി വിൽ ഹെൽപ്പ് ഹിസ് മദർ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മളിപ്പം പറഞ്ഞ പോലെ നെഗറ്റീവ്, അതായത് അവൻ സഹായിക്കില്ല എന്നങ്ങനെ പറയും. അപ്പോൾ അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏതിനെ? ഹെൽപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഹെൽപ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹെൽപ്പ് പ്ലസ് ഡസ് ആക്കുന്നു. എന്നിട്ട് ഡസ്സിനെ പുറത്തെടുക്കുന്നു. ഓക്കെ, ഹി ഡസ് നോട്ട് ഹെൽപ്പ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിക്കുന്നില്ല. എന്നാൽ അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നില്ല എന്നാണെങ്കിലോ, ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നില്ല. അവൻ്റെ അമ്മയെ സഹായിക്കില്ല എന്നാണെങ്കിലോ, അപ്പോൾ സഹായിക്കും എന്നാണെങ്കിൽ ഹി വിൽ ഹെൽപ്പ് ഹിസ് മദർ അല്ലേ. അപ്പോൾ സഹായിക്കില്ല എന്നാണെങ്കിൽ ഹി വിൽ നോട്ട് ഹെൽപ്പ് ഹിസ് മദർ. ഇനി ഇതേ രീതിയിൽ അവൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? യെസ് ഓർ നോ ടൈപ്പിൽ. അതായത് അവിടെ നമ്മൾ ഡസ് പുറത്തെടുത്തിരുന്നു. അപ്പം ഡസ് ഹീ ഹെൽപ്പ് ഹിസ് മദർ, അവൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നോ എന്നാണെങ്കിൽ ഡിഡ് ഹീ ഹെൽപ്പ് ഹിസ് മദർ. കണ്ടോ? അവൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു. എന്നാൽ അവൻ്റെ അമ്മയെ സഹായിക്കുമോ?
വിൽ ഹി ഹെൽപ്പ് ഹിസ് മദർ, അവൻ അവൻ്റെ അമ്മയെ സഹായിക്കുമോ? കണ്ടോ, ഇനി അവിടെ നമ്മൾ അവൻ എന്താണ് സഹായിക്കുന്നതെന്നാണെങ്കിലോ അവിടെ ഹെൽപ്സ് സ്പ്ലിറ്റ് ചെയ്ത് ഡസ് എടുക്കുന്നു. എന്നിട്ടോ വാട്ട് ഡസ് ഹി ഹെൽപ്പ് ഹിസ് മദർ. ഓക്കെ, അവൻ എന്താണ് സഹായിച്ചിരുന്നത്? വാട്ട് ഡിഡ് ഹി ഹെൽപ്പ് ഹിസ് മദർ. ഇനി അവൻ എന്താണ് സഹായിക്കുന്നത്? വാട്ട് വിൽ ഹി ഹെൽപ്പ് ഹിസ് മദർ. ഓക്കെ, അത് തന്നെ നമുക്ക് അവന് സഹായിക്കാൻ കഴിയും. ഹി ക്യാൻ ഹെൽപ്പ് ഹിസ് മദർ. അവന് സഹായിക്കാൻ കഴിയില്ല. ഹി കനോട്ട് ഹെൽപ്പ് ഹിസ് മദർ. അവന് സഹായിക്കാൻ കഴിയും, അതായത് പെർമിഷനായിട്ട് അവൻ സഹായിക്കട്ടെ എന്നാണെങ്കിൽ ക്യാൻ ഹി ഹെൽപ്പ് ഹിസ് മദർ, ക്യാൻ ഹി ഹെൽപ്പ് ഹിസ് മദർ. കണ്ടോ, അപ്പോൾ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സഹായിക്കുന്നു, സഹായിച്ചിരുന്നു, സഹായിക്കും എന്ന രീതിയിലാണ്, അതായത് ഡു ഓർ ഡസ് ഹെൽപ്പ്, ഡിഡ് ഹെൽപ്പ്, വിൽ ഹെൽപ്പ്. ഇനി നമുക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നതെങ്ങനെ പറയും നോക്കാം. അവൻ അവൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹീസ് ഹെൽപ്പിംഗ് ഹിസ് മദർ. ഓക്കെ, അവൻ അവൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈസ് ഹെൽപ്പിംഗ്. എന്നാൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ആം ഹെൽപ്പിംഗ് മൈ മദർ. ഓക്കെ, നീ നിൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. യു ആർ ഹെൽപ്പിംഗ് യുവർ മദർ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവാക്കി, അതായത് സഹായിക്കുന്നില്ല എന്നെങ്ങനെ പറയാം? അവനവൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നില്ല. ഹീ ഈസ് നോട്ട് ഹെൽപ്പിംഗ് ഹിസ് മദർ. ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നില്ല. ഐ ആം നോട്ട് ഹെൽപ്പിംഗ് മൈ മദർ. പിന്നെന്താണ് മൂന്നാമത്? നീ നിൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നില്ല. യു ആർ നോട്ട് ഹെൽപ്പിംഗ് യുവർ മദർ. ഓക്കെ, ഇനി അവിടെ നിന്ന് നിങ്ങൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കേ. ആദ്യം പറഞ്ഞാൽ നമ്മൾ ഹി ഈസ്, അപ്പം എന്താവും? ഈസിനെ ആദ്യം എടുക്കുക. എന്നിട്ടോ ഈസ് ഹി ഹെൽപ്പിംഗ് ഹിസ് മദർ, അവനവൻ്റെ അമ്മയെ സഹായിക്കുന്നോ? ആം ഐ ഹെൽപ്പിംഗ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? പിന്നെയോ ആർ യു ഹെൽപ്പിംഗ് യുവർ മദർ, നീ നിൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടോ? അപ്പോൾ ആ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. സഹായിച്ചു കൊണ്ടിരിക്കുന്നോ എന്ന ആ ചോദ്യത്തെ നമുക്ക് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് അവൻ എന്താണ് സഹായിക്കുന്നത്? വാട്ട് ഈസ് ഹി ഹെൽപ്പിംഗ്, വാട്ട് ആം ഐ ഹെൽപ്പിംഗ്, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. അപ്പോൾ ഹീ ഈസ് ഹെൽപ്പിംഗ് എന്താവണം? ഹി വാസ് ഹെൽപ്പിംഗ്. അപ്പോൾ അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എങ്ങനെ വരും? ഹി വാസ് നോട്ട് ഹെൽപ്പിംഗ്. കണ്ടോ, അപ്പോൾ അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണെങ്കിൽ വാസ് ഹി ഹെൽപ്പിംഗ്. അവൻ എന്താണ് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നത്? വാട്ട് വാസ് ഹി ഹെൽപ്പിംഗ്. എന്നാലും അവൻ ഞാൻ അല്ലെങ്കിൽ യു ആർ ഹെൽപ്പിംഗ് എങ്ങനെയാവുമെന്ന് നോക്കിയേ. അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നോ? എന്താണ് ആർ യു ഹെൽപ്പിംഗ്? അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിലോ വേർ യു ഹെൽപ്പിംഗ്. കണ്ടോ, അപ്പോൾ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണെങ്കിൽ യു ആർ നോട്ട് ഹെൽപ്പിംഗ്. കേട്ടോ, ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോന്നിൻ്റെയും ആ മലയാളം ഫോമാറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഇനി തരുന്ന എക്സർസൈസുകൾ കൂടി ചെയ്യുക. ഓക്കെ, എനിക്കവനെ സഹായിക്കാൻ കഴിയും, അതെഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്കവനെ സഹായിക്കാൻ കഴിയും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയെന്നുള്ളതിന് ഹൗ ആണ്. അടുത്തത് അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ, അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ. നാലാമത്തെ ക്വസ്റ്റ്യൻ അവർ എന്താണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോന്ന് എഴുതുമ്പോഴും ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ എന്താണ് വായിച്ചു കൊണ്ടിരുന്നത്, പാസ്റ്റാണേ.
വായിച്ചു കൊണ്ടിരുന്നത്. അടുത്തത് അമ്മ നാളെ സ്കൂളിൽ പോകുമോ എന്നാണ്. അവൻ എങ്ങനെയാണ് സ്കൂളിൽ വരുന്നത്? അവൾ ദയവായി അവൾക്ക് ഒരു പേന കൊടുക്കാമോ? ക്യാൻ യു എന്നിട്ടൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് കൊടുക്കാമോ എന്നുള്ളത്. ഓക്കെ. എനിക്ക് നീന്താൻ കഴിയില്ല. ഓക്കെ. അവൾക്ക് പാട്ട് പാടാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇത്ര എക്സസൈസ് ഒന്ന് ചെയ്തിടണേ. അതിനുശേഷം അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.